ദൈവേഷ്ടം ചെയ്യുന്നവർ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നവർ എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളുമാവും. ഇന്ന് നാം വായിച്ച് അവസാനിപ്പിച്ച ഭാഗം അതാണ്, വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വിശ്വാസമാണ്, ധൈര്യമാണ്, സമാധാനമാണ്. പക്ഷേ റെക്കൺസിലിയേഷൻ, അനുരഞ്ജനം, ദൈവ പദ്ധതിയോടുള്ള നമ്മുടെ അനുരഞ്ജനം, ഇത് നമുക്ക് ലോകം പഠിപ്പിച്ചു തരുന്ന പാഠമല്ല. നമ്മൾക്ക് അനുഗ്രഹമായി വെളിപ്പാടായി ലഭിക്കേണ്ടതും നമ്മുടെ പ്രാർത്ഥനയിലൂടെ നിഷ്ഠയിലൂടെ നമ്മൾക്ക് സ്വായത്തമാകേണ്ടതുമാണ്. അതല്ലെങ്കിൽ നമ്മൾക്ക് അതിന് വിപരീതമായിട്ടുള്ള നമ്മുടെ ജീവിതം നമ്മളെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അസ്വസ്ഥമായ ജീവിതമാണ്. കഷ്ടപ്പാടുകളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ദുരിതങ്ങളില്ലാത്ത ജീവിതമില്ലല്ലോ. വിഷമങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും ഇല്ലാത്ത ജീവിതമില്ലല്ലോ. അതൊക്കെ ജീവിതത്തിന്റെ സഹജമായ ഭാഗമല്ലേ. പക്ഷേ ദൈവേഷ്ടത്തോട് സമരസപ്പെടുവാനുള്ള ഒരു പ്രാർത്ഥന നാം എല്ലാ ദിവസവും ആവർത്തിച്ച് ചൊല്ലുന്നതാണ്. കർത്താവ് പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ളത്. ലോക വ്യവസ്ഥിതി ദൈവ പദ്ധതിയോട് സമരസപ്പെടുമ്പോൾ പിന്നെ അവിടെ സമ്പൂർണമായ സമാധാനമാണ്. ഒരുപക്ഷെ നമുക്ക് ചോദിക്കാം, ദൈവമാതാവിന്റെ പ്രാധാന്യത്തെ കുറച്ചു കാണുന്ന ഒരു വാക്യമല്ലേ എന്നുള്ളത്. അത് നേരെ മറിച്ചാണ് അതിന്റെ അർത്ഥം. കാരണം ദൈവേഷ്ടം, ദൈവ പദ്ധതി, അതിന് സമ്പൂർണമായും മനുഷ്യകുലത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ സമരസപ്പെട്ടിട്ടുള്ള വേറൊരാൾ ഇതുപോലെ നമുക്ക് കണ്ടെത്തുവാൻ പ്രയാസമാണ്. അത് മാനുഷിക ബുദ്ധി കൊണ്ട് അളന്ന് മനസ്സിലാക്കിയതല്ല, മറിച്ച് സമ്പൂർണമായ സമർപ്പണത്തിന്റെ ഭക്തിയും വിശ്വാസവുമായിരുന്നു. ആ ഒരു പരിപൂർണമായ ദൈവ പദ്ധതിയോട് നമ്മൾ വഴിപ്പെടുന്നത്, അത് ഒരാരംഭമാണ്, തുടർച്ചയാണ്, ജീവിതയാത്രയാണ്. അതെവിടേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, എന്താണ് ആ മാർഗം, എപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതം എന്നെല്ലാം ചിന്തിച്ച് ഉറച്ച് എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാ പദ്ധതികളും ഒരുക്കി മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമാകണമെന്ന് നിർബന്ധമില്ല. ലോകം നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതൊക്കെയാണ്. എല്ലാം ക്രമീകരിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. നമ്മുടെ ക്രമങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ തെറ്റുന്ന സമയങ്ങളുണ്ടാവും. അതിനൊരു നിമിഷം മതിയാകും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് അൺകണ്ടീഷണൽ സബ്മിഷൻ, അൺകണ്ടീഷണൽ ഫെയ്ത്ത് ആൻഡ് റെക്കൺസിലിയേഷൻ വിത്ത് ദ വിൽ ഓഫ് ഗോഡ്. അത് നമുക്ക് തരുന്ന ആത്യന്തികമായൊരു സമാധാനമുണ്ട്. പിന്നെ ചുറ്റുപാടുകൾ നമ്മളെ നോവിപ്പിക്കില്ല. നമുക്ക് സ്വസ്ഥതയോടെ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. അത് നമുക്ക് നൽകുന്ന ഒരു സമാധാനം വേറെ എവിടെയും നമുക്ക് ലഭ്യമാകുന്നതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവ് അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ പറഞ്ഞത് ഒരിക്കലും നാം മനസ്സിലാക്കുന്നത് പോലെ ഒരു ഗാർഹികമായ വിനയമല്ല. അതിനേക്കാൾ അപ്പുറമായി അത്യധികമായ ധൈര്യം ജീവിതത്തിലുള്ള ഒരു വ്യക്തിക്ക് മാത്രം പറയാൻ പറ്റുന്ന, എന്തും സംഭവിക്കട്ടെ, ഞാൻ ദൈവപദ്ധതിയോട് ചേർന്ന് നിൽക്കും എന്ന് പറയുവാൻ കരുത്തുള്ള പ്രതികരണമാണ് ജീവിതത്തിൽ. നമ്മൾക്കും നമ്മുടെ ജീവിതത്തിലും എന്തും സംഭവിക്കട്ടെ, ദൈവപദ്ധതിയോടെ സമരസപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കുവാനിടയാകട്ടെ. ദൈവമാതാവിന്റെ മധ്യസ്ഥം നമുക്കെന്നും തുണയായിരിക്കും.